എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ നമ്മുടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ചെറിയൊരു ഹോം ടൂർ ആണ്. ഹോം ടൂർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഹോമല്ല, നമ്മളിപ്പം റെന്റിനൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് തൽക്കാലത്തേക്ക് നമ്മൾ താമസം മാറിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇങ്ങനെ പെട്ടെന്ന് ഒരു വീട് മാറ്റക്കം എന്നതിൻ്റെ കാരണമൊക്കെ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. അതിനു മുന്നേ കുറച്ച് വേറെ കാര്യങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാലേ, നമ്മളിപ്പോൾ വീഡിയോ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. ഞാൻ മറ്റേത് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നില്ല എങ്കിൽ പോലും ഞാനൊരു 4-3 ദിവസമൊക്കെ ഇടവിട്ട് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇത് പെട്ടെന്ന് നമ്മുടെ ലൈഫല്ലേ, നമുക്ക് ഒന്നും മുൻകൂട്ടി പ്രവചിച്ചൊന്നും നമുക്ക് കഴിയാൻ പറ്റൂലല്ലോ. അപ്പൊ പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു റൂം ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ആലോചനയൊക്കെ വന്നു. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് മാറിയത്. ഭയങ്കര മാറ്റമായി പോയത്. കാരണം നമ്മൾ ഇത്രയും നാൾ ഒറ്റയ്ക്ക് അങ്ങനെ ജീവിച്ചിട്ടില്ല. നമ്മളുടെ പേരൻസിൻ്റെ കൂടെയാണ്. ഒന്നെങ്കിൽ എൻ്റെ പേരൻസ് അല്ലെങ്കിൽ ഇക്കാൻ്റെ പേരൻസ്, അങ്ങനെ ഞങ്ങൾ 2 വീട്ടിലായിട്ടാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ സ്വന്തം വീട്ടിൽ. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം വന്നപ്പോഴത്തേക്കും ഇപ്പം ആകെ 2-3 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസമാണ് ഇന്ന്. എന്നിട്ട് പോലും എനിക്ക് ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാണ് കേട്ടോ. എന്നാൽ പോലും ഒരു രസമുണ്ട്. കാരണം നമ്മൾ മാത്രമുള്ളൂ, നമുക്ക് വേറെ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തണ്ട, ഒന്നും ചെയ്യണ്ട, നമുക്ക് നമ്മളുടെ കാര്യങ്ങളായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതാണ്. എന്നാലും നമുക്ക് ഒറ്റപ്പെട്ടു പോയ ഒരു ചെറിയ ഫീലിങ്സ് ഉണ്ട്. പിന്നെ ലൈഫല്ലേ, എല്ലാം ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഫ്ലാറ്റ് നമ്മൾ ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്തി തരാം. ഹോം ടൂർ ആയിട്ട് ചെയ്യാനൊന്നുമില്ല, കാരണം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫർണിഷ്ഡ് അല്ലാത്തൊരു ഫ്ലാറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ തിരക്കി പോകുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തും ഉദ്ദേശിക്കുന്നത് പോലെ രീതിയിലുള്ളതൊന്നും നമുക്ക് കിട്ടൂല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തൽക്കാലം നമുക്ക് ബെറ്റർ ആണ്, കുഴപ്പമില്ല, നമുക്ക് കഴിയാൻ പറ്റും എന്ന് തോന്നിയിട്ടുള്ള ഒരു റൂമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹോം ടൂർ ആയിട്ട് കാണിക്കുന്നില്ല എങ്കിലും ഞാൻ ആ ഒരു ഏരിയ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. രാത്രി എന്ന് പറയുമ്പോൾ 7 മണിയൊക്കെ സമയമായിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ജനല് ഇരുട്ടായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ ഡേ ഇല്ല, നൈറ്റ് ആണ്. എന്നാലും ഇന്നത്തെ ഒരു നൈറ്റ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാമല്ലോ, അതും കൂടെ കാണിക്കാം. അതായത് രാത്രിയിലുള്ള ചെറിയ ഫുഡിന്റെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇക്ക ഇവിടെ ഇല്ല, ഇക്ക രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. നമുക്കിവിടെ ഷോപ്പാണ്, റെസ്റ്റോറൻറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് പാലക്കാടേക്ക് വന്നത്. അത് ഞാൻ നമ്മളുടെ ഫ്ലാറ്റിൽ വീഡിയോ കാണിക്കുമ്പോൾ ഞാൻ അത് ഡീറ്റെയിലായിട്ട് പറയാം, മാറാനുള്ള കാര്യമൊക്കെ. അപ്പം ഇക്ക വരുമ്പോഴത്തേക്ക് നമുക്ക് ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്യണം. ഇപ്പം വേറെ ആരില്ല പ്രിപ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും ബേബിയും ഉണ്ട്. ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്, അതാണ് ഇവിടെ പാത്രത്തിന് ചെറിയ ഒച്ചയൊക്കെ കളിക്കുകയാണ്. അതൊക്കെ ഇഗ്നോർ ചെയ്യാം. അപ്പം അതൊക്കെ ആയിട്ട് ഇന്നൊരു വീഡിയോ ഇടാന്ന് വെച്ചു. കുറേ ഗ്യാപ്പ് വന്നു. അപ്പം ഇനിയും ഗ്യാപ്പ് എടുത്താൽ ശരിയാവില്ല. ഇനി നമുക്ക് മുന്നോട്ട് പോകണം, നമുക്ക് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്ന് തൊട്ട് ഞാനങ്ങനെ ചെയ്തേ പറ്റും. കുറേ മടിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഭയങ്കര മടിയാണ്. കാരണം നമുക്ക് ആരും ചോദിക്കാൻ പറ്റില്ല, അത് ചെയ്തില്ല ഇത് ചെയ്തില്ലേ, വീഡിയോ എടുക്കുന്നില്ല, ആരും ചോദിക്കാൻ പറ്റില്ല. നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് മടിയൊക്കെ മാറ്റി വെച്ച് ഇങ്ങോട്ട് കണ്ടിന്യൂസ് ഞാൻ വീഡിയോസ് എടുക്കും. എല്ലാ ദിവസവും ഡെയിലി എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 1 ഡേ ഗ്യാപ്പ് വിട്ടിട്ടെങ്കിലും ഞാൻ വീഡിയോ ചെയ്യും. ഇവിടെ നല്ല ചൂടുണ്ട്, അത് ഫാൻ ഓഫ് ചെയ്തിട്ടേക്ക്, അതുകൊണ്ട് ഞാൻ വിയർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതുണ്ടല്ലോ, നമ്മളുടെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ്. ശരിക്കും എന്ത് മനോഹരമാണല്ലേ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ. നമ്മൾ മൂന്നാറും ഊട്ടിയിലൊക്കെ ടൂർ പോകുമ്പോൾ നല്ല കുന്നും മലകളൊക്കെ കാണുമല്ലോ, അതേപോലെ നല്ല രസമാണ്. എനിക്ക് ഇങ്ങനെ സ്ഥലം കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ള നമ്മളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതുപോലെ ഫ്രൈഡ് ചിക്കനും ബർഗേഴ്സും കിട്ടുന്ന ഒരു കുഞ്ഞിക്കടയുണ്ട്. ഈ 2 ഷോപ്പാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. ഈ കാണുന്ന ഒരു വഴിയില്ലേ, ഈ ഗേറ്റ്, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നതാണ് കേട്ടോ നമ്മളുടെ ഫ്ലാറ്റ് വരുന്നത്. മെയിൻ റോഡ് സൈഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യം, അതായത് ബസ് സ്റ്റോപ്പ് ഉണ്ട് അടുത്ത് തന്നെ. പിന്നെ നമുക്ക് വീട്ടിലേക്ക് എന്ത് സാധനം വേണമെങ്കിലും മേടിക്കാൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിലും കൂടുതൽ എന്തല്ലേ നമുക്ക് വേണ്ടത്. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി, അവർ കൊണ്ടുവന്ന് തരും. ആ കടേൻ്റെ ആൾക്കാരുടെ തന്നെയാണ് കേട്ടോ ഈ ഒരു റൂംസൊക്കെ.
പിന്നെ ഈ ഒരു ബാൽക്കണി ഏരിയയിൽ വരുന്ന 2 സൈഡാണ് നമ്മൾ എടുത്തിട്ടുള്ള റൂംസ്. അതിൽ വരുന്നത് വലിയൊരു ഹോൾ വരുന്നുണ്ട്, പിന്നെ ബെഡ്റൂമും കിച്ചൺ വന്നിട്ട് ചെറിയൊരു സിമ്പിളായിട്ടുള്ള കിച്ചണാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ 2 പേരും ഒരു കുഞ്ഞു കുട്ടിയും മാത്രം ഉള്ളത് കൊണ്ട് ഒരു ചെറിയ കിച്ചൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതുമല്ല കുറേ സാധനങ്ങളൊന്നും എടുത്ത് വെക്കാനും ഇല്ലല്ലോ, നമുക്കായിട്ടുള്ള സാധനം മതി. പിന്നെ ചെറിയൊരു കബോർഡും ഉണ്ട്. പിന്നെ ഹോളിൽ നിന്ന് വരുമ്പോൾ നമ്മളുടെ ഒരു ഉള്ളിലേക്ക് വേറെ ഒരു റൂമുണ്ട്. ഇത് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ. അതേപോലെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമും കുഴപ്പമില്ല, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ നമുക്ക് നല്ല പൊടി ഏറി കിടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറേ പണിയുണ്ടായിരുന്നു. അടിച്ചുവാരലും തുടയ്ക്കലും ക്ലീനിങ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ഹോളും വരുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിൽ എടുത്തതില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ 3ാമത്തെ ദിവസമാണ്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അപ്പുറം ഇപ്പുറമൊക്കെ ആൾക്കാരുണ്ട്, ഹോസ്റ്റലിൽ പഠിക്കുന്ന കോളേജ് പെൺകുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല പേടിക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കുട്ടി വിശേഷങ്ങൾ. റൂമൊക്കെ ഞങ്ങൾ ഫർണിച്ചേഴ്സും ഫ്രിഡ്ജും ഗ്യാസും ഒരുവിധ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂമിൽ ബെഡ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, കട്ടിലായിട്ട് എടുത്തിട്ടില്ല. പിന്നെ വിചാരിച്ചു നമ്മളുള്ളതുകൊണ്ട് ബെഡിൽ തന്നെ കിടക്കാം, അതാണല്ലോ സുഖം. പിന്നെ ചൂടിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ഉച്ച സമയമാകുമ്പോൾ കുറച്ച് നല്ല ചൂടുണ്ട്, കാരണം നമ്മളിവിടെ AC ഇല്ലാത്ത റൂമാണ്, അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു റൂമിൽ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാം. പിന്നെ അതേ സന്ധ്യയ്ക്ക് ആവുന്ന ടൈമിൽ ഫൈസുവിൻ്റെ കലാവിരുതാണ് ഇതൊക്കെ കേട്ടോ. കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോയി അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കും. അതാണ് ചെക്കൻ്റെ ഇപ്പോഴത്തെ ഓരോ ശീലം. രാത്രിയിൽ കിച്ചണിലെ ചെറിയ പാചകമൊക്കെ നടക്കാണ്. ഞങ്ങൾ 2 പേരും ഉള്ളതുകൊണ്ട് വലിയ കുക്കിംഗ് ഒന്നുമില്ല. പരിപ്പ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പരിപ്പ് കുത്തിക്കാച്ചി കറി ഉണ്ടല്ലോ, അങ്ങനത്തെ കറിയൊക്കെ പരിപ്പ് വേവിച്ച് വെച്ചാൽ. ഇപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അത് വരുമ്പോഴത്തേക്കും ഇതാണ്ടേ സവോള മേടിച്ച പണ്ടില്ലേ, കുഞ്ഞുണ്ണീൻ്റെ കണക്ക്. കുഞ്ഞുണ്ണിക്കായിട്ട് കുറച്ച് വലിപ്പം കൂടെ ഉണ്ട്, എന്നാലും കുഞ്ഞു പക്ഷേ സിമ്പിളാണ്, വേഗം നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ, ഞാൻ ആദ്യം വരുമ്പോൾ ഇത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ വൃത്തിയാക്കിയിട്ട് വരുന്ന ടൈമിൽ അതൊന്ന് തൂമ്പിച്ചാൽ മതിയല്ലോ. അതൊന്ന് വരട്ടിയെടുത്തിട്ട് മസാലയൊക്കെ ഇട്ട് അത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള കറി, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇടാൻ വേണ്ടി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നാളെ ഷോർട്സ് ഇടും, അതും കൂടെ എല്ലാവരും ഒന്ന് കാണേട്ടാ. അങ്ങനെ പിന്നെ കുക്കറിൽ ചോറ് തിളച്ച് തൂമ്പിയൊക്കെ പോയി. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പാത്രം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുക്കള കുഞ്ഞൊരു അടുക്കളയാണ്, അപ്പോൾ പറ്റുന്ന രീതിയിൽ റെഡിയാക്കി വെച്ചു. പിന്നെ ഫ്രിഡ്ജ് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജാണ്. ഇത് നമ്മളുടെ ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം തണുപ്പ് കൂളിങ് മാത്രം നിൽക്കുന്നൊരു ഫ്രിഡ്ജാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, 2 പേരുള്ളതുകൊണ്ട്. അപ്പോൾ ഇതാണ് രാത്രിയിലത്തെ കുഞ്ഞു വിശേഷം. അതാ ഫൈസ് ഇപ്പം എന്താണ് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഫൈസിന് ബാൽക്കണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നു. ആരാ ബെല്ലടിച്ചേ നോക്ക്. ഓ വാ വായോ പുറത്ത്. ഹായ്, ഫൈസിന്റെ ചെരുപ്പ്. കണ്ട് കളിച്ചോണ്ട് ഇടുന്ന ആളാ. ബെല്ലടിച്ച കേട്ടപ്പോഴത്തേക്ക് ഓടി എണീറ്റ് ഇവിടെ നിക്കുക. ബാഗ് കൊണ്ടുവച്ച കൊണ്ടുവെക്ക്. ബാ റൂമിൽ കൊണ്ടുവെക്ക്. ഐസു ബാ അവിടെ കൊണ്ടുവെക്ക്. പൊന്തിക്കാൻ പറ്റണില്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചൊരു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങും. എല്ലാവരും നമ്മൾ ചാനൽ കാണുന്ന പുതിയതായിട്ടുള്ള ആൾക്കാർ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.